രാജവാഴ്ചയും ഗോത്ര സംസ്കൃതിയുമൊക്കെ നിലനിന്നിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ രാജാക്കന്മാരുടെ മൃഗയാവിനോദങ്ങളിലൊന്നായിരുന്നു നായാട്ട്. ഉൾവനങ്ങളിൽ പരിവാരസമേതം നായാട്ടിന് പുറപ്പെട്ട് പക്ഷിമൃഗാദികളെ അമ്പെയ്ത് കൊന്ന് അതിസാഹസികത തെളിയിക്കുന്നത് രാജാക്കന്മാർക്കൊരു വിനോദമായിരുന്നു. സായന്തനങ്ങളിൽ ക്ഷീണമകറ്റാൻ ആദിവാസി ഗോത്രങ്ങളിൽ വിശ്രമത്തിനെത്തുമ്പോൾ അവർ ഒരുക്കിക്കൊടുക്കുന്ന സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് വേട്ടയാടിയ പക്ഷിമൃഗാദികളിൽ ഭക്ഷണയോഗ്യമായവയെ പാകം ചെയ്ത് കഴിച്ച് സോമരസം നുണയുന്ന ശീലമുണ്ടായിരുന്നു. ഇത് പാകമാക്കുന്ന സമയങ്ങളിൽ നേരം പോക്കിനായി വേട്ടയ്ക്ക് ഉപയോഗിച്ച വില്ലിൽ അമ്പുകൊണ്ട് രാജാവ് താളം പിടിക്കും. രാജാധിരാജന്റെ വീരകഥകൾ മന്ത്രി വിസ്തരിച്ച് പറയുമ്പോൾ ആസ്ഥാന ഗായകർ രാജന്റെ അപദാനങ്ങൾ വാഴ്ത്തി പാട്ടുപാടും. മേമ്പൊടിയായി ആസ്ഥാന വിദൂഷകർ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കും. പലപ്പോഴും ആദിവാസി അങ്കനമാർ നൃത്തച്ചുവടുകൾ വച്ച് രാജാവിനെ കൂടുതൽ മതോന്മത്തനാക്കും. ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന ചില ആചാരപ്പെരുമകളിൽ നിന്നുമാണ് വിൽപ്പാട്ട് എന്ന കലാവിഭാഗം ഉദയം കൊള്ളുന്നത്. ഇന്നത്തെ പരിഷ്കൃത സമൂഹം അതിനെ രംഗവേദികളിൽ മികച്ച ഒരു കലാരൂപമായി അവതരിപ്പിക്കുകയാണ്. വിൽപ്പാട്ട് എന്ന ഈ കല ഇവിടെ അരങ്ങേറുന്നു. പ്രിയമുള്ള കലാസ്നേഹികളെ, 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ 1970-80 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ കേളികൊട്ടുയർത്തിയ കലയുടെ തിരുമുറ്റത്ത്, വിശേഷിച്ചും ഉത്സവപ്പറമ്പുകളുടെ വിശാല ഹൃത്തടങ്ങളെ പുളകച്ചാർത്തണിയിക്കുമാറ് കലയെ സ്നേഹിക്കുന്ന സഹൃദയർക്ക് മുന്നിൽ ഹരികഥ, ഓട്ടംതുള്ളൽ, കഥകളി, നാടകം, ഗാനമേള, ബാലെ, നൃത്തനൃത്യങ്ങൾ തുടങ്ങി ഒട്ടനവധി കലാരൂപങ്ങൾ ആസ്വാദക ഹൃദയം കീഴടക്കിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമായിരുന്നു വിൽപ്പാട്ട്. രചനാതലത്തിലും വിഷയഘടനയിലും കഥാപ്രസംഗത്തിനോട് കിടപിടിക്കുമെങ്കിലും പ്രകടനപരമായി കൂടുതൽ നിറക്കാഴ്ച നൽകിയിരുന്ന ഒരു കലയാണ് വിൽപ്പാട്ട്. വിൽപ്പാട്ടെന്ന ഈ കല ഏറെക്കുറെ അന്യം നിന്നുപോയി എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിവുള്ളതാണ്. ആ പഴമയുടെ നീലിച്ച നിർവികാരതയിൽ നിന്നും താളക്കൊഴുപ്പിൻ്റെ മേമ്പൊടി ചാലിച്ച് വില്ലടിച്ച് നിമിർക്കുന്ന ഈ കലാരൂപത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടി സഹൃദയർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. സർവാത്മന നിങ്ങൾ സ്വീകരിക്കുമെന്ന് നനച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു വിൽപ്പാട്ട്.
ദൈനംദിനം സായന്തനങ്ങളിൽ നാം കാണുന്ന സാമൂഹ്യമായ അസമത്വങ്ങളെയും അപ്രമേയങ്ങളായ ജീവിതചര്യകളുടെയും അലസമായ നാട്യനടനങ്ങളുടെയും രൂപകം വിധാനിച്ച് കഥയില്ലാ കഥ പറയുന്ന പഴഞ്ചൻ രീതിശാസ്ത്രങ്ങളെ വകഞ്ഞുമാറ്റി ആധുനിക നവോത്ഥാനത്തിൻ്റെ പിതാമഹനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവചരിത്രത്തിലെ ഒരേടാണ് വിൽപ്പാട്ടിൻ്റെ അകമ്പടിയോടെ ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. വിശ്വമാനവികതയുടെ ഊടും പാവും പോലെ വിശ്വപ്രേമത്തിൻ്റെ തരളിത താരാട്ടായി മാറിയ മാനവരെല്ലാം ഒന്നാണെന്ന് ഉദ്ഘോഷിച്ച മഹാമന്ത്രത്തിൻ്റെ വായ്ത്താരി നമ്മുടെ കർണപുടങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് എത്തിച്ചു തന്ന, നമ്മുടെ മുൻ തലമുറയ്ക്കെങ്കിലും നേരിട്ട് കാണാൻ കഴിഞ്ഞ ആ ഈശ്വരനെക്കുറിച്ചാണ് ഇന്നിൻ്റെ കഥാതന്തു മെനഞ്ഞിരിക്കുന്നത്. കഥയുടെ പേര് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠ വരെ. ചെന്താർമന്നം മുഖം ചേതനനയനയുഗം ചാരുനെറ്റിത്തടം നൽപൊൺതാരിൽ കാന്തി പൊങ്ങും പ്രഭയോടു പുരുരോമാളിയാളുന്ന പൂമൈ ചന്തത്തിൽ ജാനുവോളം വരുമരിയ കരാബ്ജങ്ങളും തുംഗഭക്ത്യാ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ. അങ്ങോട്ട് നോക്കൂ, പ്രശാന്തസുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം. ഇളന്തന്നൽ തഴുകുന്ന വയൽപ്പച്ചയും ചെമ്മണ്ണിൻ ചുവപ്പുള്ള നടവഴികളും പൊന്തക്കാടുകളും സമഞ്ജസമായി സമ്മേളിച്ച വശ്യസുന്ദരമായ വയലോര കാർഷിക ഗ്രാമം. അണ്ണാറക്കണ്ണൻ്റെ ചിലമ്പൊലിയൊച്ചയും തൂക്കണാംകുരുവിയും മായാമയനയും പുള്ളുവച്ചീന്ത് കേട്ട് ആടിക്കളിക്കുന്ന കുഞ്ഞുകുട്ടികളാൽ മുഖരിതമായ ഗ്രാമചന്തം നിറഞ്ഞു നിൽക്കുന്ന ഭൂപ്രദേശം ചെമ്പഴന്തി. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന ആ വയലേലയുടെ ഓരത്തായി ഒരു ചെറു കുടിൽ. ചെമ്മണ്ണിൻ കുഴ കൊണ്ട് ചുമരുകൾ തീർത്ത് ഓലത്തണുപ്പിൻ്റെ മേൽക്കൂരയും താങ്ങി ചാണകം മെഴുകി അണുവിമുക്തമാക്കിയ ആ ചെറുകുടിലിന് മുന്നിലായി കാരണവന്മാർക്ക് ശ്ലോകങ്ങൾ ചൊല്ലുവാനും അതിലെ വ്യാകരണ ഭംഗിയെപ്പറ്റി വാചാലമാകുവാനും തർക്കശാസ്ത്രത്താളുകളിലെ തത്വപ്പൊരുളുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്കുമായി 2 അടി പൊക്കത്തിൽ കൽക്കട്ടിൻ മുകളിലായി ഒരു മൺതിണ്ണയും കാണാം. സമയം സന്ധ്യയോടടുക്കുന്നു. ചെമ്പഴന്തിയുടെ ആത്മീയ ചൈതന്യം കുടികൊള്ളുന്ന മണയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ സന്ധ്യാരാധന നടക്കുകയാണ്. മോഹനാംഗിയ മണയ്ക്കൽ സ്വരൂപമേ മോഹഭംഗമകറ്റിടും ഭഗവതി മാനവർത്തൻ മഹേശ പൂജയാ നഷ്ടദുഃഖമൊക്കെ അകറ്റിടും മഹേശ്വരി മണയ്ക്കൽ വാഴും മഹേശ്വരി നിൻ പാദകാനിക്ക് അർപ്പിപ്പൂ നാമിത പാദപൂജയർപ്പിപ്പൂ നാമിത മണയ്ക്കൽ വാഴും മഹേശ്വരി നിൻ പാദകാനിക്ക് അർപ്പിപ്പൂ നാമിത പാദപൂജയർപ്പിപ്പൂ നാമിത. ഭക്തജനങ്ങൾ കീർത്തനങ്ങൾ ആലപിച്ചും ദേവീസ്തുതി പാടിയും പ്രാർത്ഥനാബദ്ധരായി നിൽക്കുന്നു. ഗ്രാമീണ സൗഭകം തുളുമ്പുന്ന ഒരു സ്ത്രീ കണ്ഠമിടറി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവതി, വിവാഹം കഴിഞ്ഞിട്ട് കാലമെത്രയായി. ഒരു കുഞ്ഞുണ്ടായി കാണാൻ ഞാൻ എത്ര കൊതിക്കുന്നു. എനിക്കും ഒരു പുത്രസൗഭാഗ്യമുണ്ടാകണേ ദേവി. നേരിയതിന് തുമ്പെടുത്ത് മിഴിനീർ തുടച്ചുകൊണ്ട് ക്ഷേത്രം വലം വച്ച് മടങ്ങുകയാണ് കുട്ടിയമ്മ. മനുഷ്യനായി ജനിച്ച്
മനനം കൊണ്ടും കർമ്മം കൊണ്ടും ദൈവതുല്യനായി വളർന്ന ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്തിറങ്ങാൻ ഈശ്വരകൽപിതമായി ഭാഗ്യം സിദ്ധിച്ച മഹനീയ മാതൃത്വം ശ്രീമതി കുട്ടിയമ്മ. വാത്സല്യ സ്നേഹത്തിൻ വാതായനത്തിലെ നിഴലുപോൽ കൂട്ടാകും അമ്മ. ജീവന്റെ തളിരിൽ തണലേകിയെന്നും തഴുകിത്തലോടും ഒരമ്മ. ഈശ്വര ജനനത്തിനീടുറ്റ വഴിപാകി ഇഹലോകം നിർത്തിയോ അമ്മ. അശരണ ജന്മത്തിനാശ ലഭിച്ചൊര ഈശനെ എത്തിച്ച അമ്മ. ഈശനെ എത്തിച്ച അമ്മ. ശ്രീമതി കുട്ടിയമ്മയെ വിവാഹം ചെയ്തിരിക്കുന്നത് കുടിപ്പള്ളിക്കൂടത്തിലെ അധ്യാപകനും കൃഷിയിലും മറ്റ് കാര്യനിർവഹണ രംഗങ്ങളിലും ഏറെ കഴിവ് തെളിയിച്ച ആരോഗ്യതരുടെ ഗാത്രനും ശാന്തശീലനുമായ ശ്രീ മാടനാശാനാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം ഉച്ചയൂണ് കഴിഞ്ഞ് ചെറുകുടിലിൻ തിണ്ണയിലിരുന്ന് എന്തോ വായിക്കുകയാണ് മാടനാശാൻ. കുട്ടിയമ്മ നാണം മൂടിയ മന്ദസ്മിതമൊളിപ്പിച്ച മുഖവുമായി തൻ്റെ ഭർത്താവിൻ്റെ അടുത്തെത്തി. കുട്ടിയമ്മയുടെ മുഖത്തെ ഭാവം കണ്ടിട്ട് മാടനാശാൻ ചോദിച്ചു, എന്താ കുട്ടിയമ്മ, ഇതുവരെ കാണാത്തൊരു ഭാവമാറ്റം? അല്പം നാണമൊളിപ്പിച്ച് കുട്ടിയമ്മ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ആഹ്ലാദ അതിരേകത്താൽ ചാടി എണീറ്റ മാടനാശാൻ മടയ്ക്കൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നോക്കി കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഈശ്വര, ദൈവം നമ്മെ അനുഗ്രഹിച്ചുവല്ലോ, നമുക്കും ഒരു സന്താനം ജനിക്കാൻ പോകുന്നു. അന്തർബോധത്താൽ നാടുണർത്തുന്നൊരാ മണിത്തൊങ്ങലാടുന്ന ഹർമ്യാന്തരീക്ഷത്തിൽ ശീലുകൾ മാറ്റാനും ചിരഞ്ജീവിയാകാനും പ്രിയേ നിന്നുദരത്തിൽ ഉദിച്ചുപോയി ഈശ്വരൻ. പ്രിയേ നിന്നുദരത്തിൽ ഉദിച്ചുപോയി ഈശ്വരൻ. പ്രകൃതി തൻ്റെ പുറന്തോടിൽ വിരിയിച്ചിറക്കുന്ന ഇലച്ചാർത്തും പുഷ്പഫല മൂലാദികളുടെ വർണ്ണരാജി വിളമ്പുന്ന വസന്തം വിടർത്തുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം പതിവിൻപടി വരികയായി. പൊന്നിൻ കൗതുക മണികളണിഞ്ഞൊരു പൊന്നോണത്തിൻ പുതുമകൾ വന്നു പോയ വസന്ത ദിനങ്ങളതെല്ലാം പൊന്നോണത്തിൻ വരവറിയിച്ചു. പൊന്നിൻ കൗതുക മണികളണിഞ്ഞൊരു പൊന്നോണത്തിൻ പുതുമകൾ വന്നു പോയ വസന്ത ദിനങ്ങളതെല്ലാം പൊന്നോണത്തിൻ വരവറിയിച്ചു. കാലമനശ്വരമാക്കി ഒരുക്കും തിരുവോണത്തിൻ നിലാവുയർന്നു. പൊന്നിൻ കൗതുക മണികളണിഞ്ഞൊരു ചിങ്ങപ്പുലരികൾ ഉയർന്നു പൊങ്ങി. പൊന്നിൻ കൗതുക മണികളണിഞ്ഞൊരു ചിങ്ങപ്പുലരികൾ ഉയർന്നു പൊങ്ങി. ഗ്രാമചത്തുരങ്ങളിലും മൈതാനങ്ങളിലും നാൽക്കവലകളിലും നാടൻ പന്തുകളിയും ഗോലികളിയും കുട്ടിയും കോലുമായി കുഞ്ഞുകുട്ടികളും പൂവെറുക്കാനുള്ള പൂത്താലവുമേന്തി ഊഞ്ഞാലാട്ടവുമായി ബാലികമാരും ഓണത്തിൻ്റെ ആരവാഘോഷത്തിൽ തിമിർക്കുകയാണ്. ഓണനിലാവിൻ്റെ പൊൻപ്രഭതൂവൽ പൂർണ്ണതയായ ദിവസം 1031 ചിങ്ങമാസം 14-ാം തീയതി. നേരം പുലരാൻ വെമ്പുന്നതേയുള്ളൂ. പൗർണമിരാവിൻ്റെ നിലാവട്ടം കുറച്ചൊന്നൊതുങ്ങുന്നു. അതാ ആ വയൽവരമ്പിലൂടെ വയറ്റാട്ടിയെയും വിളിച്ചുകൊണ്ട് വയൽവാരം വീട്ടിലേക്ക് ഒരാൾ അതിശീഘ്രം നടന്നു വരുന്നു. പൂർണ്ണഗർഭിണിയായ കുട്ടിയമ്മയ്ക്ക് പ്രസവവേദനയുടെ പ്രാരംഭ നിമിത്തങ്ങൾ പ്രകടമായിരിക്കുന്നു. മാടനാശാൻ മനക്കലമ്മയെ മനസ്സിൽ ധ്യാനിച്ചു. തൻ്റെ ഭൈമീകാന്തത്തിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലുള്ള ആലസ്യവും ജിജ്ഞാസയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് അല്പം അസ്വസ്ഥമാണ്. വയറ്റാട്ടി ചെറുകുടിലിനുള്ളിലേക്ക് കയറിപ്പോയി. നെറുനെയ്ത്തിരി നിലവിളക്ക് മുനിഞ്ഞു കത്തുന്നുണ്ട്. സമയം ഇഴഞ്ഞു നീങ്ങുന്നു. പ്രസവം നടന്നതിൻ്റെ ശബ്ദശകലങ്ങളോ കുഞ്ഞിൻ്റെ കരച്ചിലോ ഒന്നും കേൾക്കുന്നില്ല. ശ്രീ മാടനാശാൻ പഞ്ചാരമണൽ വിധാനിച്ച ആ മുറ്റത്ത് അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഉള്ളാലെ ഉയിരാലെ പ്രാർത്ഥിച്ചിടുന്നു, താതൻ മനം നൊന്ത് കേണിടുന്നു.
ദീർഘദാമ്പത്യത്തിലേറെ കൊതിച്ചൊരു പൈതലെ കാണുവാൻ വ്യഗ്രത പൂണ്ടവൻ, പൈതലെ കാണുവാൻ വ്യഗ്രത പൂണ്ടവൻ. കുട്ടിയമ്മയുടെ സഹോദരൻ കൃഷ്ണൻ വൈദ്യർ ചിന്തയിലാണ്ട് വരാന്തയിലിരിക്കുകയാണ്. വയറ്റാട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇരുവരും എന്തുപറ്റിയെന്ന ചോദ്യഭാവം എറിഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവരോടായി വയറ്റാട്ടി പറഞ്ഞു, കുട്ടിയമ്മ പ്രസവിച്ചു. തേജസ്വിയായ ഒരാൺകുഞ്ഞ്. പക്ഷേ കുട്ടി കരയുന്നില്ല. മാടനാശാൻ ഒന്ന് ഞെട്ടി. ഒരു കുഞ്ഞ് ജനിച്ചാൽ കരയുന്നില്ല എന്ന് പറഞ്ഞാൽ ശ്വാസമെടുക്കുന്നില്ല എന്നല്ലേ? മാടനാശാന്റെ നെഞ്ചിടിപ്പിന് വേഗത കൂടി. എൻ്റെ ഈശ്വര, ഇത്രയും കാലം കാത്തുകാത്തിരുന്ന് മനക്കലമ്മ കനിഞ്ഞു തന്ന എൻ്റെ കുഞ്ഞിനെന്തു പറ്റി? കൃഷ്ണൻ വൈദ്യർ തലയൊന്നുയർത്തി കിഴക്ക് ദർശനത്തിൽ നിന്നുകൊണ്ട് ചില നിമിത്തങ്ങൾ ശ്രദ്ധിച്ചു. കൈവിരലിൽ തൊട്ട് ചില ഗണിതങ്ങളും മനക്കണക്കുകളും കൂട്ടിക്കിഴിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മച്ചമ്പി, ഭയക്കണ്ട. ഈ ജന്മം ഒരു അവതാര ജന്മമാണ്. സവിശേഷമായ ചില പ്രകൃതി മർമ്മരങ്ങൾ പ്രകടമാകുന്നു. ജനന സമയവും അതിവിശിഷ്ടം. ഇത് ലോകാദരവിന് പാത്രമാകുന്ന ശ്രേഷ്ഠ ജന്മം. പണ്ടങ്ങ് പൂർവികർ പാണിപ്പറഞ്ഞത പൊന്നിക്കമലം ഇതൾ വിടർത്തും പത്മരാഗപ്രഭ എങ്ങും വിടർത്തിടും ശ്രേഷ്ഠ ജന്മം ഇതാ ഭൂജാതനാ. പുതിയൊരു ചേതന മിഴി തുറക്കേ അവതാര ജന്മം ഭുജാതനായി, അവതാര ജന്മം ഭുജാതനായി. കുട്ടിയമ്മ തൻ്റെ ഓമനത്തിങ്കൾ കിടാവിന് നെഞ്ചോട് ചേർത്തുകൊണ്ട് വയൽവാര വീടിൻ്റെ ഇളം ചായ്പിലിരിക്കുന്നു. ആ അമ്മയുടെ കണ്ണുകളിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് പുഞ്ചിരി തൂവുകയാണ്. അരമണി തൊങ്ങൽ കിലുക്കി അവൻ വീണ്ടും വീണ്ടും ചിരിക്കുന്നു. ആ അമ്മ ആ തളിർമേനിയെ തെരുതെരെ ഉമ്മ കൊടുക്കുന്നു, മുത്തം കൊടുക്കുന്നു, താലോലിക്കുന്നു. ഓമന തിങ്കൾ കിടാവോ നല്ല കോമളനാകുന്നീ പൈതൽ, നാടിൻ കരുതലായി ഉയരും നീ മല, നാടിനഭിമാനമേറ്റ ഓമന തിങ്കൾ കിടാവോ നല്ല ഓമന പൈതലമുത്തേ. തങ്ങളുടെ കടിഞ്ഞൂൽ കുഞ്ഞിന് അവർ നാരായണൻ എന്ന് പേരിട്ടു. സ്നേഹത്തോടെ നാണു എന്നെല്ലാവരും വിളിക്കും. നാണുവിന് കൊച്ച്, കൊച്ചമ്മ, ദേവി എന്നീ 3 സഹോദരിമാർ കൂടി ജനിച്ചു. ബാല്യകാലത്ത് സാധാരണ കുട്ടികളെപ്പോലെയുള്ള കളിയും ചിരിയുമായിരുന്നില്ല നാണുവിൻ്റേത്. തൻ്റെ ചുറ്റിലും നടക്കുന്ന സാമൂഹ്യമായ അരുതായ്മകളെ മനുഷ്യൻ മറ്റു മനുഷ്യരെ അകറ്റി നിർത്തുന്നതൊക്കെ നാണുവിന് തൻ്റെ കുഞ്ഞു മനസ്സിൽ അകം പൊള്ളിക്കുന്ന ഓർമ്മകളായിരുന്നു. എല്ലാം ദ്വൈതമായി ചിന്തിക്കുന്നവർ. സഹജീവിയെ തീണ്ടാപ്പാടകലെ മാറ്റി നിർത്തുന്നത് എന്തിനാണെന്ന് എത്ര ചിന്തിച്ചിട്ടും ആ കുഞ്ഞിളം മനസ്സിന് മനസ്സിലാകുന്നില്ല. ആണെന്നും പെണ്ണെന്നുമുള്ള 2 ജീവശാസ്ത്രപരമായ തരം തിരിവല്ലാതെ മറ്റെന്താണ് ഭേദമായ അവസ്ഥ? ജാതിയെന്ന മനുഷ്യൻ തിരിച്ച വേലിക്കെട്ടുകൾക്കകത്തുനിന്ന് അവർണനെന്നും സവർണനെന്നും പുലയനെന്നും നമ്പൂതിരിയെന്നും പല പല ജാതികൾ, മനുഷ്യർക്ക് പരസ്പരം തൊട്ടുകൂടാത്ത സാമൂഹ്യ അന്തരീക്ഷം. കണ്ടാൽ പാപം, കേട്ടാൽ പാപം, തീണ്ടിയാലോ അതിപാപം. കണ്ടാൽ പാപം, കേട്ടാൽ പാപം, തീണ്ടിയാലോ അതിപാപം. കണ്ടതിനൊക്കെ അനർത്ഥം മണക്കും വിനാശമാം കാലം കാലം. കണ്ടതിനൊക്കെ അനർത്ഥം മണക്കും വിനാശമാം കാലം കാലം. മനുഷ്യനെന്നൊരു പരമോന്നതമാം പവിത്രഭാവത്തെ പാപക്കറയാൽ പങ്കിലമാക്കും ജാതീയതയുടെ ജീർണതകൾ. ഇത് മാനവീയതയുടെ ജീർണതകൾ. ബാലനാണെങ്കിലും നാണുവിനെ ഈ തെറ്റായ നീതിശാസ്ത്രങ്ങൾ
സാമൂഹ്യ തിന്മകളൊക്കെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷിമൃഗാദികൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ പോലുമില്ലാത്ത ഒരു ഭേദചിന്ത, സ്വന്തം വർഗത്തെ അന്യരായി കാണുന്ന മനോവൈകൃതം. എന്താ ഈ ലോകം ഇങ്ങനെയായി പോയത്? ഇത്തരം ചിന്തകളാൽ മനം നൊന്ത നാണു ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ മരക്കൊമ്പുകളിലോ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പ്രകൃതം. പലപ്പോഴും ദീനദയാലുവായി മാറുന്ന സന്ദർഭങ്ങളും ആ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഏയ്, കുട്ടിക്കാലത്ത് എന്തോന്ന് ദയാലുവാകാൻ. ഞാനൊരു ചെറിയ സംഭവം പറയാം. നാണു ഒരു ദിവസം വയൽവരമ്പിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ മറുവശത്തായി ഒരു പുലയക്കുടിലിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. വാതിലിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ആ കുടിലിലെ അടുപ്പിൽ ഒരു കലത്തിൽ കഞ്ഞി തിളച്ചു മറിഞ്ഞ് തൂവുന്നത് കണ്ടു. അവിടെ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ നാണു പെട്ടെന്ന് അകത്ത് കയറി ആ കഞ്ഞിക്കലം ഇറക്കി താഴെ വച്ചു. ഇത് കണ്ട ചിലർ മാടനാശാനെ വിവരമറിയിച്ചു. വീട്ടിലെത്തിയ നാണുവിനോട് അച്ഛൻ ധാരാളം കയർത്തു. നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ജാതിയിൽ കുറഞ്ഞ ആരുടെയും വീട്ടിൽ പോകരുതെന്ന്? നീ എന്തിനാ വീട്ടിൽ കയറി കഞ്ഞിക്കലം എടുത്ത് താഴെ വെച്ചു? തൊട്ടുകൂടായ്മയെക്കുറിച്ച് നിനക്കറിയുന്നതല്ലേ? വിനയപൂർവ്വം നാണു പറഞ്ഞു, ഞാനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കഞ്ഞിയെല്ലാം തൂവി പുറത്തു പോകില്ലായിരുന്നു അച്ഛാ. അവർ പട്ടിണിടക്കില്ലേ അച്ഛാ? ദൈവമല്ലേ എന്നെ അത് കാണിച്ചത്. ഞാനത് ചെയ്തില്ലെങ്കിൽ ദൈവം എന്നോട് കോപിക്കില്ലേ? ആചാരം പറഞ്ഞാൽ വിശപ്പ് മാറുമോ അച്ഛാ? ആ കുഞ്ഞിളം മനസ്സിൻ്റെ ആർദ്രത, സഹാനുഭൂതിയൊക്കെ മനസ്സിലാക്കിയ മടനാശാൻ പറഞ്ഞു, നീ നാണുവല്ല, സാക്ഷാൽ നാരായണനാണ്. ഇത്തരത്തിൽ എത്രയെത്ര സംഭവങ്ങൾ. ഈ സ്വഭാവം വീട്ടുകാർ പലതവണ ശ്രദ്ധിച്ചു. ചിന്തയിലാണ്ടൊരു ബാല്യം, ചോദ്യങ്ങൾ ചൂടുന്ന പ്രായം, ചിത്തത്തിലുയരുന്ന സന്ദേഹത്താലങ്ങ് അസ്വസ്ഥമാകുന്ന ബാല്യം, ചിത്തത്തിലുയരുന്ന സന്ദേഹത്താലങ്ങ് അസ്വസ്ഥമാകുന്ന ബാല്യം, ആ കുഞ്ഞു ചിത്തത്തിൽ ചിന്തകൾ ചേക്കേറും ബാല്യം, ബാല്യം, ബാല്യം. ഇടയ്ക്കിടെ ക്ഷേമാന്വേഷണങ്ങൾക്കായി വയൽവാരം വീട്ടിൽ വന്നു പോകാറുണ്ടായിരുന്ന അമ്മാവന്മാരായ ശ്രീ കൃഷ്ണൻ വൈദ്യരും ശ്രീരാമൻ വൈദ്യരും ചുറ്റുവട്ടത്തുള്ള മറ്റു കുട്ടികൾക്കില്ലാത്ത നാണുവിൻ്റെ ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഏകാഗ്രഭാവത്തിൽ ചിന്താധീനനായി ഏറെ നേരമുള്ള ഏകാന്തവാസം, നിത്യേന രാവിലെ കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് നെറ്റിയിൽ ഭസ്മലേപനവുമായി സദാ നടക്കുന്ന ശീലം, ഇവയൊക്കെ മറ്റു കുട്ടികളിൽ നിന്നും നാണുവിനെ വ്യത്യസ്തനാക്കിയിരുന്നു. മരുമക്കത്തായം നിലനിന്നിരുന്ന അക്കാലത്ത് ശേഷക്കാരൻ്റെ കാര്യങ്ങളിൽ അമ്മാവന്മാർ കൂടുതൽ ശ്രദ്ധാലുക്കളായി. നാണുവിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ആദ്യപടിയായി ചെമ്പഴന്തി മൂത്തപിള്ള പാർവത്തിക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ആദ്യാക്ഷരം കുറിപ്പിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് തന്നെ സിദ്ധരൂപം, ബാലപ്രബോധനം, അമരം, അഷ്ടാംഗഹൃദയം തുടങ്ങിയവയൊക്കെ നാണു ഹൃദയസ്ഥമാക്കി. എത്ര സംവത്സരങ്ങൾ മുതൽക്കു നിൻ കാവ്യതീർത്ഥം കുടിച്ചതാം ഞങ്ങളിൽ, പാടി പാടി പടർത്തിയ വല്ലിയിൽ സർഗസൂനങ്ങൾ പൂത്തുല്ലസിച്ചതോ. എത്ര സംവത്സരങ്ങൾ മുതൽക്കു നിൻ കാവ്യതീർത്ഥം കുടിച്ചതാം ഞങ്ങളിൽ, പാടി പാടി പടർത്തിയ വല്ലിയിൽ സർഗസൂനങ്ങൾ പൂത്തുല്ലസിച്ചതോ. ശിഥില ചിന്തകൾ എപ്പോഴും നോവുതൻ അടയിരിക്കുന്നതാം മാനസക്കോട്ടയിൽ വിദ്യാദേവതേ നീ അമർന്നിടുമോ ഹൃദയസൂനമായി സർഗസംഗീതമായി, ഹൃദയസൂനമായി സർഗസംഗീതമായി. ഒരു ദിവസം മണക്കൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള പുൽമൈതാനത്ത് കുട്ടികൾ നാടൻ പന്ത് കളിക്കുകയാണ്. നല്ല തൂവെള്ള താടിയും ജടയുമൊക്കെയായി കൃശഗാത്രനായ ഒരു സന്യാസി വര്യൻ പ്രായാധിക്യത്തിൻ്റെ വ്യാകുലതയൊക്കെ പ്രകടമാക്കിക്കൊണ്ട്
അപ്പുറത്തെ പാടവരമ്പിലൂടെ നടന്നു വരികയാണ്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ കുസൃതിക്കാരനായ ശങ്കരൻ ഒരു കുഞ്ഞു കല്ലെടുത്ത് വൃദ്ധന്റെ നേരെ ഒരേറ്. ഹോ! വൃദ്ധന്റെ നെറ്റി പൊട്ടി ചോരയൊലിക്കുന്നു. ഇത് കണ്ട് ഭയന്ന് കുട്ടികൾ നാലുപാടും ചിതറി ഓടി മറഞ്ഞു. ഒരു മരക്കൊമ്പിൽ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നാണു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. പതിയെ നടത്തിച്ച് വയൽവാരം വീട്ടിലേക്ക് കൊണ്ടുപോയി. വളരെ സ്നേഹബഹുമാനത്തോടെ മുറിവിൽ പച്ചില മരുന്നൊക്കെ വെച്ച് കെട്ടി ക്ഷീണമകറ്റാൻ അദ്ദേഹത്തിന് സംഭാരവും നൽകി. തൻ്റെ കൗമാര സുഹൃത്തുക്കൾ കാട്ടിയ അവിവേകത്തിന് അവർക്കു വേണ്ടി അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ വീണ് മാപ്പ് ചോദിച്ചു. ആ സന്യാസി വര്യൻ കുറച്ചുനേരം നാണുവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് നാണുവിനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, കുട്ടി, നീ ഈ ലോകമറിയുന്ന ഒരമാനുഷ തേജസ്വിയായി വളർന്നു വരും. നാളത്തെ പ്രഭാതങ്ങൾ ധർമ്മപ്രഭാപൂരം പടർത്തുന്ന സിന്ധൂരാരുണ ജ്വാലയായി ഈ ലോകം നിന്നെ വാഴ്ത്തും. പ്രശസ്തനായ ശ്രീ ചന്ദ്രശേഖര സ്വാമികളാണ് ദീർഘവീക്ഷണത്തോടെ അങ്ങനെ അരുളി ചെയ്ത് അനുഗ്രഹിച്ചത്. നാളത്തെ പ്രഭാതത്തിൻ സിന്ദൂരാരുണ ജ്വാല നാളങ്ങൾ പറയും ഈ തീയിന്റെ ഇതിഹാസം. നാളത്തെ പ്രഭാതത്തിൻ സിന്ദൂരാരുണ ജ്വാല നാളങ്ങൾ പറയും ഈ തീയിന്റെ ഇതിഹാസം. മിരിയം വൈശാഖത്തിൻ പത്മരാഗങ്ങൾ നാളെ ചോദിച്ചാൽ പറയും ഈ പൂവിന്റെ ഇതിഹാസം, ഈ പൂവിന്റെ ഇതിഹാസം. അന്നത്തെ കാലഘട്ടത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം തന്നെ ധാരാളം. അത് കഴിഞ്ഞാൽ ആൺകുട്ടികൾ പല തൊഴിലുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉദരപൂരണത്തിനായുള്ള അർത്ഥം തേടാൻ തുടങ്ങും. പെൺകുട്ടികൾ വീട്ടുകാര്യങ്ങളിൽ വ്യാപൃതരായി പിന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുകയാണ് പതിവ്. എന്നാൽ നാണു ചെയ്തതല്ല. അന്നത്തെ പല നാട്ടാചാരങ്ങളും സാമൂഹ്യ പുരോഗതിക്ക് തടസ്സമാകുന്നുവെന്ന് മനസ്സിലാക്കി അവയ്ക്കെതിരെ തന്നാലാകുന്ന കുഞ്ഞു കുഞ്ഞു ചെറുത്തുനിൽപ്പുകൾ നടത്തുവാൻ ആരംഭിച്ചു. സ്വന്തം വീട്ടിലായാലും അയൽ വീടുകളിലായാലും നാടിൻ്റെ ഏതു ഭാഗത്തായാലും ജാതിയിൽ കുറഞ്ഞ കുട്ടികളുമായി കളികളിൽ ഏർപ്പെടുക, അവരുടെ കുടിലുകളിൽ പോയി ആഹാരം കഴിക്കുക, അസുഖബാധിതരായി അവശരായി കഴിയുന്ന കീഴ്ജാതിക്കാരെ പരിചരിക്കുക, ഇത്തരത്തിൽ സമൂഹത്തിലെ ജാത്യാചാരങ്ങളുടെ പൊള്ളത്തരങ്ങളെ പൊളിച്ചടുക്കുന്ന പല പ്രവൃത്തികളും കൗമാരത്തിൽ തന്നെ നാണു ചെയ്തിരുന്നു. അച്ഛൻ മാടനാശാനും അമ്മാവന്മാരുമൊക്കെ നാണുവിൻ്റെ ഈ വേറിട്ട പ്രകൃതത്തെയും മറ്റ് ജീവജാലങ്ങളോടുള്ള സഹാനുഭൂതിയും ദയയുമൊക്കെ അവർ പരസ്പരം ചർച്ച ചെയ്തിരുന്നു. വെളുപ്പിനെ ഉണരുകയും ധ്യാനനിരതനാവുകയും ഭാഗവതം വായിക്കുന്നതുമൊക്കെ ശീലമാക്കി. നാണുവിൻ്റെ വ്യതിരിക്തമായ ഈ ശീലങ്ങൾ കുടുംബാംഗങ്ങളിൽ ചില ആശങ്കകൾ ഉണർത്തുകയായിരുന്നു. ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വഴുതിമാറി ജീവിക്കുമോ എന്ന ഭയം അവർക്കുള്ളിൽ മുളപൊട്ടി. എന്തായാലും നാണുവിനെ ഉപരിപഠനത്തിന് അയക്കുവാൻ വീട്ടുകാർ തീരുമാനിച്ചു. തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ വാരണപ്പള്ളി തറവാട്ടിൽ ശ്രീ രാമൻപിള്ള ആശാന്റെ ചോവണ്ണൂർ കളരിയിൽ സംസ്കൃതവും ഉപരിപഠനവും നടത്തുവാൻ നാണുവിനെ അയച്ചു. അവിടെയുള്ള കറുത്തച്ഛൻ എന്ന വ്യക്തിയാണ് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളും സംരക്ഷണവും എല്ലാം ഒരുക്കിക്കൊടുത്തത്. തർക്കശാസ്ത്രം, വ്യാകരണം, അലങ്കാരം, കാവ്യനാടകങ്ങൾ തുടങ്ങി പലതും ഗുരുനാഥനിൽ നിന്നും ഹൃദിസ്ഥമാക്കി. പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ, വെളുത്തേരി കേശവൻ വൈദ്യർ, മണമ്പൂർ കേശവനാശാൻ തുടങ്ങിയവരൊക്കെ നാരായണന്റെ സഹപാഠികളും സുഹൃത്തുക്കളുമായിരുന്നു. ജന്മാന്തര സൗഹൃദം തുറന്നിട്ട് കഥകൾ പറഞ്ഞും പരിഭവിച്ചും പരസ്പരം കണ്ടും പിരിഞ്ഞും എത്ര സഹപാഠികളായി കഴിഞ്ഞ കാലം. സൗഹൃദമുറങ്ങുന്ന ആത്മദാഹത്താൽ കുളിനീരുറവകൾ എത്രയോ ഭേദിപ്പു നാം.
ഇലകൾ പൊഴിഞ്ഞൊര പാത പിരിഞ്ഞുടൻ പല ഗുരു നോക്കിയ സൗഹൃദ പെരുമയെ. ഇലകൾ പൊഴിഞ്ഞൊര പാത പിരിഞ്ഞുടൻ പല ഗുരു നോക്കിയ സൗഹൃദ പെരുമയെ. പല ഗുരു നോക്കിയ സൗഹൃദ പെരുമയെ. പഠനത്തിൽ കേമനായിരുന്ന നാരായണൻ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യം നേടി. ശ്ലോകങ്ങളും ഉദ്ധരണികളും രചിക്കാൻ തുടങ്ങി. പാഠ്യഭാഗങ്ങളിൽ നിന്നും ഗുരുമൊഴികളിൽ നിന്നും ലഭിക്കുന്ന അറിവുകളിൽ പലതിനും നാരായണന് സംശയങ്ങളേറെയാണ്. എന്തിനേറെ പറയുന്നു, രാമൻപിള്ള ആശാന് നാരായണനെ പഠിപ്പിക്കുവാൻ കൂടുതൽ പഠിക്കേണ്ടി വന്നു എന്നതാണ് സത്യം. ഏയ്, അത് മനസ്സിലായില്ല. എത്രയോ കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു. അതിന് നാരായണനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം രാമൻപിള്ള ആശാന് കൂടുതൽ പഠിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ചില വിദ്യാർത്ഥികൾ പഠിക്കാൻ സമർത്ഥർ എന്നതിലുപരി വലിയ ക്രാന്തദർശികൾ കൂടെ ആയിരിക്കും. അവർ ലോകക്രമത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ കഴിവുള്ള സൂര്യ തേജസ്സായിരിക്കും. എനിക്കൊന്നും മനസ്സിലായി. പറയാം. ഉദാഹരണമായി നാരായണൻ പഠിച്ച ക്ലാസ്സിലെ ഒരു സംഭവ കഥ തന്നെ പറയാം. രാമൻപിള്ള ആശാൻ്റെ ചോവണ്ണൂർ കളരിയിലാണല്ലോ നാരായണൻ ഉപരിപഠനം നടത്തിയത്. അവിടെ സവർണരും അവർണരുമായി പല വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. പഠിത്തത്തിൽ ഏറെ സമർത്ഥനായ നാരായണനിൽ ആശാന് ശ്രദ്ധയും സ്നേഹവും വളരെ കൂടുതലായിരുന്നു. പതിവിൽ നിന്ന് വിരുദ്ധമായി ഒരു ദിവസം നാരായണൻ ഗുരുവിനടുത്തായി മുൻനിരയിലിരുന്നു. നാരായണൻ്റെ അസാമാന്യമായ കഴിവുകളെ സഹപാഠികൾ അംഗീകരിച്ചിരുന്നുവെങ്കിലും അവരുടെ പലരുടെയും മനസ്സ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു. അവർ നാരായണനെ പുറകിലെ ഇരിപ്പിടത്തിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അത് അംഗീകരിച്ച് ആശാൻ പറഞ്ഞു, നാരായണൻ ഇവിടെ നിന്ന് മാറി പുറകിലേക്ക് പോയിരിക്കൂ. യാതൊരു ഭാവഭേദവുമില്ലാതെ അതനുസരിച്ച നാരായണൻ എനിക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ആശാൻ്റെ ചോദ്യം? ഇനി ഞാൻ ഏത് ദിക്കിൽ നിന്ന് വരുന്ന വായുവാണ് ശ്വസിക്കേണ്ടത് എന്നുകൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. ഇത് കേട്ട് സ്തബ്ധനായ ആശാനും സഹപാഠികളും അഗ്രസ്ഥാനീയമായ നാരായണന്റെ യുക്തിബോധത്തിന്റെ ചിന്താവൈശിഷ്ട്യത്തിൽ അന്ധാളിച്ചു പോയി. ശരിയാണ്, അത് ശരിയാണ്. ഇപ്പൊ പിടികിട്ടി. പൊള്ളയായ ദ്വൈതഭാവങ്ങളുടെ കഥയില്ല കഥ ക്രാന്തദർശികളുടെ മുമ്പിൽ നിഷ്പ്രഭമായി പോകുന്നു. മാത്രമല്ല, ആ കാലത്താണ് ജാത്യാചാരങ്ങൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ മനുഷ്യനെ തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള പല പ്രവർത്തനങ്ങളും തിരുവിതാംകൂറിൽ സധൈര്യം സംഘടിപ്പിച്ച ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ധീരോദാത്ത മാതൃകാപരമായ പല പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗുരുദേവൻ കേട്ടറിയുന്നത്. സാമൂഹ്യ അനാചാരങ്ങൾ ഉച്ചാടനം ചെയ്യുവാനുള്ള കൂടുതൽ ഊർജം സ്വരുക്കൂട്ടുന്നത് അതിനുശേഷമാണ്. ധർമ്മം, നീതി, വിശാലത, സ്നേഹം, കരുണ ലഭിക്കാത്ത തീരം, മർത്യമനസ്സങ്ങൂഷരമാകും ജാതിക്കോമല ജനിത കവികലത മാറ്റിടുവാനായി കേരള ദമനി ഊർജഗണങ്ങൾ പ്രവഹിക്കാം. ഗുരുവൈഖരികൾ മാത്രമതിപ്പോൾ അവ മാത്രമാം പരിഹാരം. ഗുരുവൈഖരികൾ മാത്രമതിപ്പോൾ അവ മാത്രമാം പരിഹാരം. വാരണപ്പള്ളിയിലെ ഉപരിപഠനം കഴിഞ്ഞ് ചെമ്പഴന്തിയിൽ തിരിച്ചെത്തിയ നാരായണൻ അവിടെ ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച് കുട്ടികൾക്ക് വിദ്യ അഭ്യസിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ നാരായണൻ നാട്ടുകാർക്കിടയിൽ നാണുവാശാൻ എന്നറിയപ്പെടാൻ തുടങ്ങി. വിദ്യാദേവതേ നീ അമർന്നിടുമോ ഹൃദയപുഷ്പമാ സർഗസംഗീതമാ ഹൃദയപുഷ്പമാ സർഗസംഗീതമാ. ഭക്തിയിലും മാനവസേവയിലും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന നാരായണനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിച്ച് സന്തതി പരമ്പരകളിലൂടെ തൻ്റെ വംശം നിലനിർത്തണമെന്ന് മാടനാശാന് കലശലായ മോഹമുണ്ടായിരുന്നു. മാതാവ് കുട്ടിയമ്മ ഇക്കാര്യം പലതവണ നാരായണനുമായി സംസാരിച്ചു. ഒരിക്കൽ പോലും അതിന് താൽപ്പര്യമെടുക്കുകയോ അനുഭാവം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല.
ഇതിങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാരണവന്മാർ അമ്മാവൻ്റെ മകളുടെ മകൾ കാളിക്കുട്ടിയുമായി വിവാഹമുറപ്പിച്ചു. ആ വിവരം നാരായണനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഒന്നും ഉരിയാടാതെ നാരായണൻ കാണാമറയത്തേക്ക് അവധൂതനെ പോലെ യാത്രയാവുകയാണുണ്ടായത്. മുഹൂർത്ത ദിവസം മണവാളൻ എത്താതിരുന്നതിനാൽ സഹോദരി മണവാട്ടിക്ക് പുടവ കൊടുത്ത് വരൻ്റെ വീട്ടിലേക്ക് ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുവന്നു. നാളുകൾക്ക് ശേഷം ഒരു ദിവസം നാണുവാശാൻ തൻ്റെ കുടുംബത്തിലേക്ക് കയറി വന്നു. ഇത് കണ്ട കാളിക്കുട്ടി നമ്രമുഖിയായി ചെറുപുഞ്ചിരിയോടെ പൂമുഖത്തേക്ക് കടന്നു വന്നു. നാണുവാശാൻ ആ മുഖത്തേക്കൊന്ന് നോക്കി, ഇങ്ങടുത്തു വരൂ കുട്ടി എന്നരുളി ചെയ്തു. അത് നടന്നടുത്ത കാളിക്കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, കുട്ടി, ഞാൻ ഒരു ഗൃഹസ്ഥാശ്രമവാസിയായി ഇവിടെ കഴിയുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ നിയോഗം തന്നെ വേറെയാണ്. എൻ്റെ കർമ്മമണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞാൽ കുട്ടിക്കിപ്പോൾ മനസ്സിലാവില്ല. അതിനാൽ കുട്ടി ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു കുടുംബജീവിതം എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. കുട്ടി തിരികെ പൊയ്ക്കോളൂ. ഇത്രയും പറഞ്ഞ് നാരായണൻ വീട്ടിൽ നിന്നിറങ്ങി കിഴക്ക് ദിക്ക് ലക്ഷ്യമാക്കി നടന്നകന്നു. ഗിരിശൃംഗങ്ങൾ, വനദേശങ്ങൾ, പുഴയുടെ സംഗമസ്ഥാനങ്ങൾ, പല ദേശങ്ങൾ, പല സംസ്കൃതികൾ, പല ചിന്തകളാ ചിത്തത്തിൽ. ഗിരിശൃംഗങ്ങൾ, വനദേശങ്ങൾ, പുഴയുടെ സംഗമസ്ഥാനങ്ങൾ, പല ദേശങ്ങൾ, പല സംസ്കൃതികൾ, പല ചിന്തകളാ ചിത്തത്തിൽ, പല ചിന്തകളാ ചിത്തത്തിൽ. അവധൂതനായി ലോകസഞ്ചാരം നടത്തുന്നതിനിടയിൽ തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിൽ പുസ്തകശാലയിലെ പുസ്തക വിൽപ്പനക്കാരനായി ജോലി ചെയ്തു. അപ്പോഴാണ് തമിഴ് ഭാഷയിൽ അവഗാഹം നേടുന്നത്. ധാരാളം പുസ്തകങ്ങൾ വായിക്കുവാൻ അവസരമുണ്ടായി. മത്സ്യത്തൊഴിലാളികളുമായി സംവദിച്ചും കടൽക്കരയിലും മത്സ്യബന്ധന യാനങ്ങളിലും സമതലങ്ങളിലും അന്തിയുറങ്ങി. ഇഴജന്തുക്കളും കാട്ടുമൃഗങ്ങളും സ്വൈരവിഹാരം നടത്തുന്ന വനസ്ഥലികളിൽ പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിച്ചു. ധ്യാനവും ആത്മജ്ഞാന സമ്പാദനവുമായി വർഷങ്ങളുടെ അവധൂത സഞ്ചാരം. ഇതിലൂടെ മനുഷ്യർക്കിടയിൽ വേരോടി പടർന്നു പന്തലിച്ച പല ഉച്ചനീചത്വങ്ങളും നേരിൽ കണ്ട് ബോധ്യമായി. ദേവപ്രീതിക്കെന്ന പേരിൽ നടക്കുന്ന ജന്തുബലി, മൃഗബലി തുടങ്ങിയ നീചക്രിയകൾ, പുലകുളി, പുളികുടി, കെട്ടുകല്യാണം, മണ്ണാപ്പേടി, പുലപ്പേടി, ചിത്രവധം തുടങ്ങിയ അനാചാരങ്ങൾ ഈ മനുഷ്യരാശിയുടെ മേൽഗതിക്ക് അനുഗുണമല്ല എന്ന ചിന്ത മനസ്സിൽ വേരുറപ്പിച്ച കാലം. ജാതിക്കോമര പരിശകളിവിടെ രുതിരച്ചാലുകൾ തീർക്കുന്നു. ആർക്കാർക്കിവിടെ സ്വാതന്ത്ര്യം, ആരു കൊടുത്തൊരു മേൽക്കോയ്മ. ജാതിക്കോമര പരിശകളിവിടെ രുതിരച്ചാലുകൾ തീർക്കുന്നു. ആർക്കാർക്കിവിടെ സ്വാതന്ത്ര്യം, ആരു കൊടുത്തൊരു മേൽക്കോയ്മ. ഭിന്നതയെന്തിനു പെയ്യുന്നിവിടെ കൃതന്ത താളക്കെടുതിക്കോ. തലമുറ തഴുകിയ നന്മകളൊക്കെ തല്ലിക്കൊഴിക്കയാണോ. തലമുറ തഴുകിയ നന്മകളൊക്കെ തല്ലിക്കൊഴിക്കയാണോ. നിങ്ങൾ തല്ലിക്കൊഴിക്കയാണോ. ഇതിനിടയിലാണ് ഗുരുദേവന് ഒരാത്മസുഹൃത്തിനെ പരിചയപ്പെടാനായത്, പരമഭട്ടാരക ചട്ടമ്പിസ്വാമികളെ. ആ സൗഹൃദം യോഗാചാര്യനായ തൈക്കാട്ട് അയ്യാഗുരുവിൻ്റെ അടുക്കലെത്താൻ സഹായിച്ചു. നാരായണൻ്റെ മനോബലവും ജീവിതലക്ഷ്യവും ഭാഷാപരിജ്ഞാനവും ദീർഘവീക്ഷണവും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ അയ്യാഗുരുക്കൾ കുറേ നാൾ ഏകാഗ്രമായി തപസ്സനുഷ്ഠിക്കണമെന്നും അതിലൂടെ ശരിയായ ആത്മജ്ഞാനം നേടാനാകുമെന്നും ഉപദേശിച്ചനുഗ്രഹിച്ചു. ഗുരുവിൻ്റെ വാക്കുകേട്ട് സംപ്രീതനായ നാരായണൻ തപസ്സിന് പറ്റിയ ഒരിടം തേടി ഒടുവിൽ കന്യാകുമാരിക്കടുത്ത് മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹ അതിനായി തിരഞ്ഞെടുത്തു. മരുന്തുവാഴും മാമലൈ എന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ ഏകാഗ്രചിത്തനായി ഘോര തപസ്, കൊടും തപസ്. ഘോരം 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 ഘോര തപസ്സാൽ ഘോരവരത്തിൻ ആത്മാവിൽ
വന്യത മൂടിയ വനസ്ഥലി മുകളിൽ ആത്മീയതയുടെ ഗേഹം കാട്ടി താപസമുനിയുടെ താവളമാകി ഗർഭഗുഹയിലെ പാമ്പും പുലിയും സഹവർത്തികളായി കാലങ്ങൾ ആ ഗുഹയിലെ സഹകാരികളായി വർഷങ്ങൾ സഹവർത്തികളായി കാലങ്ങൾ ആ ഗുഹയിലെ സഹകാരികളായി വർഷങ്ങൾ. 4.5 വർഷത്തോളം നീണ്ടുനിന്ന കൊടും തപസ്സിലൂടെ ആത്മജ്ഞാനം നേടിയ നാരായണൻ സർവ്വചരാചരങ്ങളിലും സമദർശനം നടത്തുവാനും പതിത ഹൃദയങ്ങളിൽ അനുകമ്പ പകരുവാനുമുള്ളതാണ് തൻ്റെ ശിഷ്ടജീവിതമെന്ന ഉറച്ച നിലപാടിൽ മരുത്വാമല ഇറങ്ങി. സാധാരണ ഋഷിശ്രേഷ്ഠന്മാർ തപസ്സിലൂടെ ജ്ഞാനോദയം നേടിയാൽ തൻ്റെ പർണശാലയിലെ ഏകാന്ത സുഷുപ്തിയിൽ സ്വയം ലയിച്ച് കാലം കഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഗുരുദേവൻ ചെയ്തത് മാനവ സേവയ്ക്കപ്പുറം മറ്റൊരു ഈശ്വര സാക്ഷാത്കാരമില്ലെന്നും അതിനായി സമൂഹത്തിൽ പടർന്നിരിക്കുന്ന അസാൻമാർഗികതയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ ഉരുക്കുമുഷ്ടി കാട്ടാതെ സാത്വിക ഭാവത്തോടെ സാമൂഹ്യ വിപ്ലവം സാധ്യമാക്കുക എന്നതായിരുന്നു. ആ നവോത്ഥാന യാത്ര അരുവിപ്പുറത്തു നിന്ന് ആരംഭിക്കുകയും ആയിരങ്ങൾ സർവസന്നാഹ പെരുമയോടെ അത് ഏറ്റെടുക്കുകയും കേരള നവോത്ഥാനത്തിൻ്റെ പുതിയ അധ്യായം ആരംഭിച്ച് വിജയിപ്പിക്കുകയും ചെയ്തു. കൊല്ലവർഷം 1064 കുംഭമാസത്തിലെ ശിവരാത്രി നാളിൽ നെയ്യാറൻ തീരത്ത് പ്രകൃതി ഒരുക്കിവെച്ച സവിശേഷമായ പാറപ്പരപ്പിൽ കുരുത്തോല പാകി കെട്ടിയുണ്ടാക്കിയ ചെറുമന്തലിൻ കീഴെ അന്ധതമസിലുറഞ്ഞ അനാചാരപ്പെരുമയെ പാടെ തുടച്ചു നീക്കുവാനുള്ള ഗുരുവിൻ്റെ കർമ്മതീരം ഒരുക്കിവെച്ചു. നെയ്യാറിൻ്റെ ഗർഭപാത്ര സമാനമായ നിലയ്ക്കാത്ത ചുഴികളാൽ നിലതെറ്റിയൊഴുകുന്ന ശങ്കരൻകുഴി അന്ന് ശാന്തമായി ഒഴുകുന്നുണ്ടായിരുന്നു. ശങ്കരൻകുഴിയിലെ ആഴക്കയത്തിലേക്ക് ഗുരുദേവൻ ഇറങ്ങിച്ചെന്നു. ഭക്തജനങ്ങളുടെ മൂലമന്ത്രോച്ചാരണം ഉയർന്നു പൊങ്ങവേ ശിവലിംഗ സമാനമായ ശിലാഖണ്ഡം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന ശോഭയോടെ ഗുരുദേവൻ നെയ്യാറിൽ നിന്നും കരയിലേക്ക് കയറി വന്നു. പ്രതിഷ്ഠയ്ക്കായി ഒരുക്കിവെച്ച ശിലാപീഠത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ മുഴുകി. തൻ്റെ കണ്ണുകളിൽ നിന്നും ഒഴുകി വീണുടഞ്ഞ മിഴിനീർ തുള്ളികൾ കൊണ്ട് ശുദ്ധം ചെയ്ത വിശ്വബോധനത്തിൻ്റെ പ്രതീകാത്മക ശിലാഖണ്ഡം ശിവേശ്വരനായി സങ്കല്പിച്ച് സാവധാനം പ്രതിഷ്ഠിക്കുകയായിരുന്നു. ജാത്യാചാരങ്ങളുടെ പേരിൽ മനുഷ്യർ സഹജീവിക്കുമേൽ ചാർത്തപ്പെട്ടിരുന്ന അസ്പർശ്യതയുടെ ദ്വൈതഭാവങ്ങളുടെ അധമശീലങ്ങളുടെ ആണിക്കൽ പിഴുതെറിയുകയായിരുന്നു ആ പ്രതിഷ്ഠയിലൂടെ ഗുരുദേവൻ ചെയ്തത്. മതമെന്ന ജാതി എന്ന പൊരുളില്ലായ്മയുടെ ജീർണതയിൽ നിന്നും ലോകം ഇന്നേറെ ആഗ്രഹിക്കുന്ന ഏകലോക പൊരുളിൻ്റെ ശാദ്വല തീരമായി ഈ ലോകത്തെ മാറ്റിയെടുക്കുവാൻ അവതാരം ചെയ്തിറങ്ങിയ വിശ്വമഹാഗുരുവിൻ്റെ സമാനതകളില്ലാത്ത പ്രവർത്തനമായിരുന്നു അത്. അതിലൂടെ ഒരു പുത്തൻ സംസ്കാരം, ഒരു പുത്തൻ നീതിബോധം, ഒരു പുത്തൻ മതാതീത ആത്മീയത മനുഷ്യൻ്റെ കൺമുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അവൻ്റെ കർണപുടങ്ങളിലേക്ക് സ്ഥിതി സമത്വത്തിൻ്റെ കർമ്മമന്ത്രം 32 അക്ഷരങ്ങളിൽ ഒതുക്കി സന്നിവേശിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞുകൊടുത്തു. ജാതിഭേദം
മതദ്വേഷം ഏതുമില്ലാതെ സർവവും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ലോക ജനതയ്ക്ക് ഇന്ന് അത്യന്താപേക്ഷിതമായി തീർന്ന യുദ്ധക്കെടുതികളില്ലാത്ത, മതവൈരത്തിന് പാത്രീഭൂതമാവാത്ത, പരസ്പര സമന്വയ സാഹോദര്യത്തിലുറപ്പിച്ച ഒരു ഭാവി ലോകം കെട്ടിപ്പടുക്കുവാൻ ഗുരുവൈഖരികൾക്കും അചിന്തകൾക്കും മാത്രമേ കഴിയൂ എന്ന് ലോകമനസാക്ഷിക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്ത് ആ പാദപത്മകമലങ്ങളിൽ ആരാധനയുടെ 1000 പൂക്കളർപ്പിച്ചുകൊണ്ട് ഈ ചെറുകലാവിരുന്ന് ഞങ്ങളിവിടെ ഉപസംഹരിക്കുന്നു. ചെമ്പഴന്തിയിൽ പിറന്നു മാനവർക്കാചാര്യനായി മതാന്ധകാരം തീർത്തെറിഞ്ഞ പുണ്യപാദം കൈതൊഴാം. ഭാരതത്തിലാദ്യമായി ഈശ്വര പ്രഭാകുരം മാനവ മനം നിറച്ച ഗുരുചരണം കൈതൊഴാം. ഗുരുവദനം കൈതൊഴാം. ഗുരുവചനം കേട്ടിടാം. അജ്ഞാന നിഴൽ മൂടുമി അധസ്ഥിത മനങ്ങളിൽ ജ്ഞാനമാണീശ്വരനെന്നുണർത്തിച്ചു ശ്രീഗുരു. നവയുഗ പിറപ്പിനായി ശ്രീഗുരു പ്രതിഷ്ഠിതം അരുവിപ്പൂറത്തമരും ശങ്കരനെ കൈതൊഴാം. ഗുരുവദനം കൈതൊഴാം. ഗുരുവചനം കേട്ടിടാം.